നമസ്കാരം. ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ എം ഡി ആണ്. എൻ്റെ ഒരു ബിജു. ഞാൻ 27 വർഷം KSEBയിൽ ജോലി ചെയ്തു. സബ് എഞ്ചിനീയറായിട്ടാണ് VRS എടുത്തത്. VRS എടുത്തത് തന്നെ ഈ സോളാർ നല്ല രീതിയിൽ, അതായത് നല്ല പ്രൊഡക്റ്റ് കൊടുത്ത്, നല്ല സർവീസ് കൊടുത്ത്, നല്ല പ്ലാന്റുകൾ ചെയ്ത് കസ്റ്റമേഴ്സിൽ നിന്നും ഹാപ്പി ആയിട്ട് ഉള്ള ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങൾ വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ VRS എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറേ മെറ്റീരിയൽസിൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ട് മാത്രമേ നമ്മളൊരു പ്ലാന്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതായത് ഇപ്പം നമുക്ക് ടോപ്പ് 1 പാനലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. 12 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, 30 വർഷം ഫുൾ ടോട്ടൽ 80% എഫിഷ്യൻസി വാറണ്ടിയും വരുന്നുണ്ട്. ഈ ടോപ്പ് 1 പാനലാണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ഇൻവെർട്ടർ വെക്കണം, ഏത് കമ്പനിയുടേത് വെക്കണം, എത്രമാത്രം വാല്യൂ ഉള്ളത് വെക്കണം, അതായത് 10 വർഷത്തേക്ക് സീറോ കോസ്റ്റ് ഏത് കമ്പനിയുടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതിൽ എന്തൊക്കെ ഗുണഗണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ആദ്യം നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. DC, അതായത് ഇത് നമ്മൾ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ സോളാർ പാനലിൽ നിന്നും നേരെ വന്ന് ഇതിൽ മേലോട്ട് കാലായിട്ട് സ്ട്രക്ചറായിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പ്ലാന്റ് മിനിമം ഒരു 6 തൂണ്, ഇത് 2 കുന്നരയുടെ 3 കുന്നരയുടെയാണ് ഇത് വരുന്നത്. 2 കുന്നരയല്ല 3 കുന്നരയുടെയാണ് വരുന്നത്. അത് നമ്മൾ 6 കാല ഇതുകൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു പാനലിന് ഒരു 30 കിലോ 33 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ, കാറ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം തന്നെ പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന തുരുമ്പെടുക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 16 ഗേജിൻ്റെ SS സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗാൽവനൈസ്ഡ് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന ക്ലാമ്പാണ്, ജെ ക്ലാമ്പാണ്. ഈ ജെ ക്ലാമ്പും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നട്ടും എല്ലാം ബോൾട്ടും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൈക്രോടെക്കിൻ്റെയോ ഹാവൽസിൻ്റെയോ വീഗാർഡിൻ്റെയോ കേബിളാണ് ഉപയോഗിക്കുന്നത്. അത് 4 mm കേബിൾ 3 kW വരെയും 5 kW വരെ 6 mm കേബിളുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ ഉപയോഗിക്കുന്നത്. പ്യുവർ കോപ്പറാണ് കേട്ടോ, പ്യുവർ കോപ്പറാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ എർത്ത് റോഡാണ്. ഇത് നമ്മൾ എൻ്റെ വീട്ടിലെ പ്ലാന്റ്, ഇത് നമ്മൾ അദാനിയുടെ ടോപ്കോൺ പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ പ്ലാന്റാണ്. നോക്കൂ, ഏകദേശം 10 പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 30 മുതൽ 35 യൂണിറ്റ് വരെ നല്ല എഫിഷ്യൻസി ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 10 പാനൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് നമുക്കൊരു 30 യൂണിറ്റ് 35 യൂണിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിലെ പ്ലാന്റാണിത്. ഇത് ടോപ്പ് ഗൺ. താഴെ നിന്നും ഈ മേളിൽ കൂടെ പോകുന്ന സൂര്യപ്രകാശം താഴെ ചെന്ന് അടിച്ചിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ള പാലിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും വാല്യൂ ആണ്. നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു പ്ലാന്റ് ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് നമുക്ക് ബാങ്കിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും പ്രയോജനം. ഒരിക്കലുമല്ല. ബാങ്ക് പലിശയെക്കാളും എപ്പോഴും നമുക്ക് ഇപ്പം വീണ്ടും പലിശ കുറച്ചിരിക്കുകയാണ്. ഇപ്പം ബാങ്ക് പലിശയെക്കാളും നമ്മളിത് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു 3-4 വർഷം കൊണ്ട് ഇത് നമുക്ക് മുടക്കുമുതൽ തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇപ്പം തന്നെ പാനലിൻ്റെ എഫിഷ്യൻസി കൂടിയപ്പോൾ തന്നെ 30 വർഷമായി. ഓക്കെ, ഇത് നമ്മൾ ഈ പാനൽ ഇത് കണ്ടില്ലേ, ഓരോ സെല്ലാണ് ഇത് കേട്ടോ. ഓരോ സെല്ല് ഇതിലിങ്ങനെ ഈ സെല്ലെല്ലാം നമ്മൾ ക്ലീനായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ, ഇപ്പം നമ്മൾ ഈ പാനലിനകത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഈ ഇത്രയുടെ നിഴലോ എന്തെങ്കിലും മറവോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അതിന് ഈ ഹാഫ് കട്ട് എന്ന് പറയുന്നത്, ഈ ഹാഫ് കട്ടിനകത്തുള്ള പ്രൊഡക്ഷൻ നമുക്ക് കാണത്തില്ല. പിന്നെ അതിൻ്റെ ബാലൻസ് ഹാഫ് മാത്രമേ കാണത്തുള്ളൂ. അതായത് ഇതിന് അപ്പുറത്തോട്ട് മാത്രമേ പ്രൊഡക്ഷൻ കാണത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും നിഴൽ വീണ് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ പൊടിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലീനിങ് ആണ്. അതായത് നമ്മൾ ഇപ്പം അറിയാമല്ലോ, 4 മാസം കൂടി ഇരിക്കുമ്പം എൻ്റെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് ക്ലീനിങ് കൊടുക്കുന്നുണ്ട്. അത് 100% ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലും ഞാൻ 10 ഇയറിലേക്ക്, 5 ഇയർ അല്ല 10 ഇയറിലേക്ക്, അതായത് വർഷത്തിൽ 4 മാസം കൂടിയിരിക്കുമ്പോൾ വർഷത്തിൽ 3 വട്ടം എൻ്റെ സ്റ്റാഫ്, എൻ്റെ ടീം അവിടെ കൃത്യമായിട്ട് അവിടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു അടുക്കിച്ചിട്ടയുമായിട്ട് ആ ഒരു വീട്ടിലെ 4 മാസം കൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുക, അല്ലാതെ കൃത്യമായിട്ടത് കിട്ടുന്നുണ്ടെന്നുള്ള ഞാൻ 100% ഉറപ്പ് വരുത്തുന്നു. അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇതിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ടെന്നുള്ള മൊബൈലിൽ അറിയാൻ പറ്റും. അതും വാച്ച് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടാതെ ഇരിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ മൊബൈലിൽ കൂടെ വാച്ച് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ നെറ്റ് കണക്ഷൻ നമുക്ക് വീട്ടിലുണ്ടാകണമെന്നേ ഉള്ളൂ. അല്ല, ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു പ്ലാന്റ്, ഇത് നമ്മുടെ ക്ലീനിങ് ആണ്. ഇത് നല്ല എപ്പോഴും ഇതുപോലെ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫുള്ള് 100% 100% എഫിഷ്യൻസി കിട്ടിക്കൊണ്ടിരിക്കും. നമസ്കാരം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്ക്വയർ ട്യൂബിൻ്റെ കാര്യമല്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇതുപോലാണ് നമ്മൾ കാലെടുക്കുന്നത്. കണ്ടില്ലേ, പാനലൊന്ന് നോക്കിയേ, മേളിലോട്ടൊന്ന് ശ്രദ്ധിച്ച് കണ്ടില്ലേ, ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. അതിനിടെ ടോപ്പ് കോൺ പാനലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ടോ ആ ടോപ്പ് ക്വാളിറ്റി സാധനം തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 3 സ്ക്വയർ ട്യൂബ്, 2 സ്ക്വയർ ട്യൂബ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്ലാമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് എല്ലാ സാധനവും എൻ്റെ വീട്ടിൽ പർച്ചേസ് ചെയ്തിട്ടാണ്. എൻ്റെ സൈഡെല്ലാം ഗോഡൗണാണ്. പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പ് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് ഷോപ്പുണ്ട്. ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ. എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടാണ്. വീട്ടിൽ നിന്നാണ്, നമ്മുടെ സ്വന്തം വണ്ടിക്കാണ് നമ്മുടെ എല്ലാ സൈറ്റിലേക്കും സാധനങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ടീമുണ്ട്. സന്ദീപ് ആൻഡ് ടീം ഒരു 6 പേരാണ് അവർ വരുന്നത്. കൃത്യമായിട്ട് പ്ലാന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ടച്ചുള്ള ടീമാണ്. അതായത് കൃത്യമായിട്ട് അവരെ എല്ലാവർക്കും വെൽഡിങ് ആയാലും വയറിങ് ആയാലും പ്ലംബിങ് ആയാലും ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കൃത്യം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ സൈറ്റിൽ വരും. അവർക്ക് വേണ്ട വെള്ളം വരെ അവരുടെ വീട്ടിൽ നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. അത്രയ്ക്കും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഐശ്വര്യവും അത് നമ്മുടെ പ്ലാന്റിലും ഒരു കസ്റ്റമർ പോലും ഒരു നെഗറ്റീവ് ഇതേവരെ നമ്മുടെ ഒരു പ്ലാന്റ് ചെയ്തതിൽ ഇതുവരെ ആരും ഒരു നെഗറ്റീവ് പോലും അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ പ്രൊഫഷണൽ ടീമിനെ ഓർത്ത് ഞാൻ എന്നും അഭിമാനിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കഥ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, എനിക്കിനി ഒരു 7 വർഷം കൂടെ KSEBിൽ സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ സബ് എഞ്ചിനീയറായിട്ടാണ് VRS എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു സോളാർ പ്ലാന്റ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുമെന്നുള്ള 100% ഉറപ്പുണ്ട്. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഞാൻ എൻ്റെ സ്ഥാപനത്തെ ഓർത്ത് എനിക്ക് സന്തോഷമാണ്. ഞാൻ ആ ജോലി ചെയ്തിടത്തോളം കാലം വളരെ സന്തോഷമായിട്ടാണ് ആ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ 7 വർഷമായിട്ട് ഇപ്പോൾ എനിക്ക് ഇതിലെ ഹോൾസെയിൽ ബിസിനസ്, അതായത് ഈ സോളാർ പാനൽ, ഇൻവെർട്ടർ, ACDB, DCDB, ബാക്കിയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഹോൾസെയിലായിട്ട് മറ്റുള്ള ജില്ലകളിലേക്ക് അല്ലെങ്കിൽ ചെറുകിട പ്ലാന്റ് ചെയ്യുന്നവർക്ക് ഞാൻ ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടും ഈ 7 വർഷം സർവീസ് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ സോളാർ പ്ലാന്റ് ചെയ്യുന്നത്. അതായത് ഈ പത്തനംതിട്ടയിലെ ഒരു ചെയിനായിട്ട് നമ്മൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, തിരുവനന്തപുരം, ഇങ്ങനെ ഓരോ ജില്ലകളിലേക്കും നമ്മളിങ്ങനെ ഈ പ്ലാന്റ് ചെയ്യുന്ന ടീമുകൾക്ക് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമുക്ക് എന്നിലൂടെ ഇതൊരു ഹോൾസെയിൽ ബിസിനസ്, അതായത് ഏതൊരു പാനലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാവരും എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ള ഏരിയകളിൽ പോയിട്ടാണ് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഈ സാധനം നമുക്ക് പത്തനംതിട്ടയിലും അടുത്തടുത്തുള്ള ആൾക്കാർക്കും കൊടുക്കത്തക്ക രീതിയിൽ ഇവിടെ എന്താണ് ചെയ്താൽ എന്നുള്ളൊരു ആശയമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ 7 വർഷം സർവീസ് ബാക്കി നിർത്തി ഇറങ്ങിയത്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഓരോ പ്ലാന്റിന് വേണ്ട, അതായത് നിങ്ങൾക്ക് എന്താണോ അറിവില്ലാത്ത, നിങ്ങൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സോളാർ പാനലിനെ കുറിച്ച് അറിയേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് കുറേയധികം ആൾക്കാർ എന്നിലൂടെ, നിങ്ങളിലാണ് എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, അടിത്തറ. എൻ്റെ കസ്റ്റമേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ അടിത്തറ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സോളാർ പ്ലാന്റ് ചെയ്തു തരും. അപ്പോൾ നിങ്ങളാണ് ആവശ്യക്കാർ, ഞാനല്ല ആവശ്യക്കാർ, നിങ്ങളാണ് ആവശ്യക്കാർ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല സോളാർ പ്ലാന്റും അതിനോടനുബന്ധിച്ചുള്ള ഇനിയും വരുന്ന പുതിയ ജനറേഷനിൽ വരുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ, എന്നിലൂടെ. ഞാൻ പത്തനംതിട്ടയിലെ ഒരു സെലിബ്രിറ്റി കൺസൾട്ടൻ്റാണ്, സോളാർ സെലിബ്രിറ്റി കൺസൾട്ടൻ്റാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.